നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ 40 ഹമാസ് അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫായിലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 3 പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളിൽ ഒരാളായ ഗാസി ഹമാദിന്റെ മകനും ഉൾപ്പെടുന്നതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഹമാസ് വക്താവ് പക്ഷേ വിസമ്മതിച്ചിരിക്കുകയാണ്. തുരങ്കങ്ങളിൽ എത്ര പേർ കുടുങ്ങിയെന്നോ ഇനി എത്ര പേർ അവശേഷിക്കുന്നുണ്ടെന്നോ ഹമാസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. 200-ലേറെ ഹമാസ് അംഗങ്ങൾ മാസങ്ങളായി റഫായിലുള്ള തുരങ്കങ്ങളിലുണ്ടെന്ന് ഇസ്രായേൽ US അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പുറത്തിറങ്ങിയവരിൽ ചിലർ പിന്നീട് ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുരങ്കങ്ങളിലുള്ള ഹമാസ് അംഗങ്ങൾ കീഴടങ്ങിയാൽ ഗാസ മുനമ്പിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്ന കരാറിലെത്താൻ USഉം മറ്റ് മധ്യസ്ഥരും ശ്രമിച്ചിരുന്നുവെങ്കിലും വിഫലമായി. ആയുധം വച്ചു കീഴടങ്ങിയാൽ ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്ന് ഇസ്രായേൽ നിലപാടെടുത്തിരുന്നു. റഫായിലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്ന ശുപാർശ ഈജിപ്തും മുന്നോട്ട് വച്ചിരുന്നു. ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിന് കീഴടങ്ങില്ല എന്ന് പലസ്തീൻ സംഘടന വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഗാസയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ പാലസ്തീൻ വിഭാഗത്തിന്റെ തലവൻ യാസർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഗാസ മുനമ്പിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഹമാസ് വിരുദ്ധ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രമുഖമായ വിഭാഗമായ പോപ്പുലർ ഫോഴ്സിനെ നയിച്ചിരുന്ന ഗോത്ര നേതാവാണ് യാസർ അബു ഷബാബ്. ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ ഇദ്ദേഹത്തോട് കീഴടങ്ങാൻ നേരത്തെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഹമാസ് അനുഭാവികളോ അല്ലെങ്കിൽ അബു സ്നെമെ കുടുംബം പോലെ ഗാസയിലെ സായുധ കുടുംബങ്ങളുമായുള്ള തർക്കമോ ആകാം കൊലപാതകത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. ഗാസയിൽ ഹമാസിന്റെ സ്വാധീനം കുറയ്ക്കുന്നതിനും താൽക്കാലികമായി സമാധാനം സ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേൽ പിന്തുണച്ചിരുന്ന നേതാവായിരുന്നു യാസർ അബു ഷബാബ്. ഹമാസ് വിരുദ്ധ ചേരിയുടെ പ്രവർത്തനങ്ങൾ ഗാസയിൽ കൂടുതൽ ദുർബലമാക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ കൊലപാതകം. ഈ കൊലപാതകം ഗാസയുടെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കും എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രായേൽ സൈന്യം ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മയക്കുമരുന്ന് കടത്ത്, മോഷണം കുറ്റങ്ങൾ ആരോപിച്ച് 2015-ൽ ഹമാസ് ഇയാളെ പിടികൂടി 25 വർഷത്തേക്ക് ജയിലിൽ അടച്ചിരുന്നു. പിന്നീട് സമർത്ഥമായി ജയിൽ ചാടിയ ഇയാൾ തന്റെ സായുധ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഹമാസിനെ പരസ്യമായി എതിർത്ത നിലപാടാണ് ഇയാൾ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം. ഇസ്രായേലിന്റെ ഏജന്റ് എന്നും രാജ്യദ്രോഹിയെന്നും ഇയാളെ പലരും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഹമാസ് ഗാസയിൽ തങ്ങൾക്ക് വധിക്കാനുള്ളവരുടെ ടാർഗറ്റ് പട്ടികയിൽ ഒന്നാമതായാണ് യാസർ അബു ഷബാബിനെ ഉൾപ്പെടുത്തിയിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം അടിയന്തര വൈദ്യസഹായത്തിന് ഗാസയിൽ നിന്ന് പലസ്തീൻകാർക്ക് പുറത്തേക്ക് പോകാൻ റഫ അതിർത്തി തുറന്നുകൊടുക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പരിക്കേറ്റവരും രോഗികളുമായ 16,500 പലസ്തീൻകാർക്ക് അടിയന്തര സഹായം ആവശ്യമുണ്ട്. ഇതേസമയം ഹമാസ് കൈമാറിയ അവസാനത്തെ 2 ബന്ദികളുടെ മൃതദേഹ ഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ തങ്ങളുടേത് അല്ലെന്ന് തെളിഞ്ഞതായും ഇസ്രായേൽ സേന അറിയിച്ചു. ഇതോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഹമാസ് വീണ്ടും തെരച്ചിൽ തുടരുകയാണ്. ഇസ്രയേലി പൗരനായ റാൻ ഗ്വിലി, തായ് പൗരനായ സുക്തിസാക്ക് റിന്തലഖ് എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഗാസയിൽ ശേഷിക്കുന്നത്. തായ്ലൻഡിൽ നിന്നുള്ള കാർഷിക തൊഴിലാളിയായ റിന്തലക്ക് ആക്രമണത്തിൽ ഏറെ നാശനഷ്ടമുണ്ടായ കിബുത്സ് ബേരിയിലെ ജീവനക്കാരനായിരുന്നു. ഈ മൃതദേഹങ്ങൾ കൂടി കൈമാറുന്നതോടെ വെടിനിർത്തൽ കരാറിന്റെ 1ാം ഘട്ടം അവസാനിക്കും. 2ാം ഘട്ടത്തിലാണ് രാജ്യാന്തര സേന ഗാസയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുക. ഗാസയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൈമാറിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഹമാസ് തടവിലാക്കിയ 2 ബന്ദികളുടേതല്ല എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. US മധ്യസ്ഥതയിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ആദ്യഘട്ട കൈമാറ്റങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയതായും മരിച്ച ബന്ദികളുമായി ബന്ധമില്ലാത്തതാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. മൃതദേഹാവശിഷ്ടങ്ങൾ എന്നതിനു പകരം കണ്ടെത്തലുകൾ എന്ന വാക്കാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചത്. നിലവിൽ ഇസ്രയേലി പൗരനായ റാൻഗ്വിലി, തായ് പൗരനായ സുക്തിസാക്ക് റിന്തലഖ് എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഗാസയിൽ ശേഷിക്കുന്നത്. വെടിനിർത്തൽ തുടങ്ങിയ ഒക്ടോബർ ആദ്യം മുതൽ ഇതുവരെ 20 ബന്ദികളെ ജീവനോടെയും 26 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളും ഇസ്രായേലിന് തിരികെ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഒരു ബന്ദിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾക്കായി ഇസ്രായേൽ 15 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകുന്നുണ്ട്. ഗാസ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്കനുസരിച്ച് ഇതുവരെ 330 മൃതദേഹാവശിഷ്ടങ്ങളാണ് ലഭിച്ചത്. യുദ്ധത്തിൽ ഗാസയിലുണ്ടായ വ്യാപകമായ നാശനഷ്ടം കാരണം മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ശ്രമകരമാണെന്ന് ഹമാസ് പറയുന്നു.
അതേസമയം ചില സന്ദർഭങ്ങളിൽ അവശിഷ്ടങ്ങൾ ഭാഗികമായി മാത്രം കൈമാറിയെന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി വ്യാജമായി ചിത്രീകരിച്ചുവെന്നും ഇസ്രയേൽ അധികൃതർ ഹമാസിനെതിരെ ആരോപിക്കുന്നുണ്ട്. ഗാസയിലെ ഗുരുതര ജലക്ഷാമം ലഘൂകരിക്കാനായി 15 ട്രക്ക് ശുദ്ധജലം കുവൈറ്റ് അയച്ചു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നു. സമൂഹ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ വാട്ടറിംഗ് സൊസൈറ്റിയാണ് മനുഷ്യാവകാശ ഇടപെടലിന് നേതൃത്വം നൽകിയത്. വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെയും വിവിധ ജീവകാരുണ്യ സംഘടനകളുടെയും പങ്കാളിത്തത്തിലാണ് സഹായം. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടിയന്തര അഭ്യർത്ഥനയ്ക്കുള്ള വേഗത്തിലുള്ള പ്രതികരണമാണ് നടപടി. അയച്ച 12 ട്രക്കുകളിൽ ഏകദേശം 8 ലക്ഷം കുപ്പി ശുദ്ധജലം അടങ്ങിയിട്ടുണ്ട്. കുവൈത്തിൽ നിന്ന് പുറപ്പെട്ട ഇവ ആദ്യം ഈജിപ്തിലെ അൽ അരീഷ് മേഖലയിൽ എത്തും. ശേഷം അവയെ ഗാസയിലെ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് കൈമാറുമെന്ന് കുവൈറ്റ് വാട്ടറിംഗ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ നജീബ് അൽ ഉസ്മാൻ പറഞ്ഞു. സോഖിയ ഗാസ പദ്ധതി വഴി കുവൈറ്റിന്റെ മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശയാണ് തുറന്നിരിക്കുന്നത്. ശുദ്ധജലം മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യമാണ്. ഇപ്പോഴുള്ള പ്രതിസന്ധിയിൽ പലസ്തീനികൾക്ക് വെള്ളം നൽകുന്നത് സഹായത്തിനപ്പുറം അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പിന്തുണയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ ജലക്ഷാമം കുറയ്ക്കുന്നതിനായി കൂടുതൽ ശുദ്ധജലം എത്തിക്കൽ, പുതിയ കിണറുകൾ നിർമ്മിക്കൽ തുടങ്ങിയ പദ്ധതികൾ തയ്യാറാകുകയാണ്. സഹായ വിതരണം സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് സൊസൈറ്റിയുടെ ഫീൽഡ് ടീമുകൾ സ്ഥലത്ത് മേൽനോട്ടം വഹിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മാനുഷിക സഹായ പ്രവർത്തനങ്ങൾക്ക് കുവൈറ്റ് സർക്കാർ തുടർച്ചയായ പിന്തുണ നൽകുന്നുവെന്ന് സാമൂഹ്യ മന്ത്രാലയത്തിലെ ആക്ടിംഗ് ഡയറക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ മെഖയ്യാൻ അറിയിച്ചു. ഗാസയ്ക്കുള്ള ഈ ഇടപെടൽ കുവൈറ്റിന്റെ മാനുഷിക മൂല്യങ്ങളോടുള്ള ദൃഢമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ കടുത്ത ജലപ്രതിസന്ധി പരിഗണിച്ച് സഹായം വേഗത്തിൽ ഏറ്റവും ആവശ്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുകയെന്നതാണ് പ്രധാന ലക്ഷ്യം. വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിലെ നിരീക്ഷണ നിയന്ത്രണ മേൽനോട്ട വിഭാഗം ആക്ടിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഫാത്തിമ ഹയാത്ത് അറിയിച്ചതാണ് ഇത്. മലയാളി വാർത്ത ഇൻസൈഡ്.